ടെൻഷനില്ല, റെഡി ആവുന്നില്ല. മോളെ, അമ്മമ്മ നിർബന്ധിക്കാൻ പോവാണോ? ഇതുപോലെ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ അന്നൊക്കെ നാണം കെട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും. അതെ, പക്ഷേ നമുക്കിങ്ങനെ സഹിക്കാനും കുറച്ചു കാലമേ ഉള്ളൂ. അതും കേട്ടു കുറെ. 6 മാസം. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ആ 6 മാസം ദൂരെ എവിടെങ്കിലും പോവാ. 6 മാസം കഴിഞ്ഞു വരാം. അപ്പോഴേക്കും എല്ലാം നമ്മൾ കരുതുന്നത് പോലെയാകും, അല്ലേ? അതാണ് മണ്ടത്തരം. പിടിച്ചു വാങ്ങണമെങ്കിൽ കൂടെ തന്നെ നടക്കണം. എത്ര തവണ പറഞ്ഞു നിന്നോട്, ഒരു സ്ഥാനാരോഹണത്തിന് മുൻപ് കഷ്ടപ്പെടാത്തവർ ആരാ ഉള്ളത്? പറ മോളെ, ഒരു സ്ഥാനത്തെത്തുന്നത് വരെ ചിലര് കൂക്കി വിളിക്കും, ചിലര് ചീമുട്ടയെറിയും. പക്ഷേ ആ സ്ഥാനം അതെന്തിനാണെന്നറിയോ? അവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് പകരം വീട്ടാൻ. വന്നോ അവള്? നാശം. അവളും ഉണ്ടോ ആ തടിച്ചി? 2 പേരും ഉണ്ട്. നിന്റെ അച്ചമ്മ കൊടുത്ത ചുരിദാർ വിട്ട് ഒരുങ്ങി തന്നെയാ വരവ്. ഞാനും നിന്റെ മമ്മിയും എന്തായാലും അവിടെ ചെന്ന് നിൽക്കും. നിന്റെ ഭാവിക്ക് വേണ്ടി അല്പം നാണം കെടുന്നതിൽ ഞങ്ങൾ കുറവൊന്നും കാണുന്നില്ല. ഞാനും വന്നോളാം. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ പ്രതികരിക്കും. പിന്നെ എന്നെ കുറ്റം പറയണ്ട. ശരി, അവര് അടുക്കളയിലാ ഉള്ളത്. നീ തന്നെ പോയി പറയൂ, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന്, കേട്ടോ? ശരി മമ്മി. എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ കരുതുന്നത് പോലെ സകല അധികാരങ്ങളും നമ്മുടെ കയ്യിൽ ഒതുങ്ങിയാൽ ഒരു 3-4 ദിവസം മുത്തശ്ശനെ നോക്കാനെന്നോ മുത്തശ്ശിക്ക് കൂട്ടിരിക്കാനോ എന്നും പറഞ്ഞ് അവളെ ഇങ്ങ് വരുത്തണം. ഈ വീടിന്റെ അകത്തളത്തിൽ അവള് നമുക്ക് തന്ന നാണക്കേട് അത് ഇവിടെ വെച്ച് തന്നെ പരിഹരിക്കണം. ആലോചിച്ച് തയ്യാറാക്കുന്ന പദ്ധതികൾ വിജയിക്കും. നമുക്ക് പറ്റിയ പരാജയങ്ങളെല്ലാം എന്താണ്? മമ്മി ആലോചിച്ചിട്ടുണ്ടോ അത്? ഒരു മുൻകരുതലുകളും ഇല്ലാതെ എടുത്തു ചാടി. അങ്ങനെ എടുത്ത ഐഡിയകളായെല്ലാം അവിടെയാ നമുക്ക് തെറ്റുപറ്റിയത്. ഇനി അത് പാടില്ല. അത് ഉറപ്പല്ലേ? എലിയും പൂച്ചയും കളിക്കുന്നത് പോലെ കൊല്ലാതെ കൊല്ലാൻ ഞാൻ ഇവളെ ഏൽപ്പിക്കില്ലേ? ആ മമ്മി, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഇനി കൺമുമ്പിൽ കാണാത്തതിന്റെ ബുദ്ധിമുട്ട് വേണ്ട. മോള് പോയി റെഡിയാവ്. ഞാൻ ഇപ്പൊ റെഡിയാവാം. എന്ത് വന്നാലും ഒന്നിച്ച് തന്നെ നേരിടണല്ലോ. മിടുക്കി, അങ്ങനെ വേണം. ദേ, എന്റെ മോള് പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. ചെല്ല്. മേനകെ, ദേ, ഇതുപോലൊരവസരത്തിൽ നമ്മൾ തോറ്റുപോയാൽ തകരുന്നത് രംഭയാണ്. ആ മനസ്സ് തകർന്നു പോകും. മമ്മി വരുന്നതിന് മുൻപ് വരെ അവളും ഇത് തന്നെയാ പറഞ്ഞത്. എന്ത് വില കൊടുത്തും എനിക്ക് എന്റെ മോളെ സംരക്ഷിക്കണം മമ്മി. മമ്മി കൂടെയുള്ളപ്പോ നിന്റെ ഈ അപേക്ഷ ആവശ്യമില്ല. വാ. ഹലോ. ഞാൻ സ്വാമിക്കുട്ടിയാണ് സാറേ. മനസ്സിലായി. എന്താ സാറ് തിരക്കിലാണോ? അതെ, വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുക. എന്നാൽ ഇതൊന്ന് കേക്ക് സാറേ. അതെ, അന്ന് സാറിട്ട് പോയ വിത്തുണ്ടല്ലോ, അത് വളർന്നു പന്തലിച്ചു എന്നാ തോന്നുന്നേ. വിത്തും ചെടിയോ? എന്താ അത്? അതെ, അതൊരു ഉപമയാണ് സാറേ, ഉപമ. താൻ കാര്യം പറ. സാറേ, ആ രാധികയില്ലേ, നമ്മുടെ വീടിന്റെ
എൻ്റെ അടുത്ത് വന്ന് സാറ് പോയായിരുന്നോ എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചു. ആണോ? ആ അതെ സാറേ. അതിൻ്റെ അർത്ഥം അവര് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാണെന്നല്ലേ? ഞാൻ ചോദിച്ചിട്ട് എന്നോടൊന്നും വിട്ടു പറയുന്നില്ല. പക്ഷേലേ ഒക്കെ സാറിനോട് നേരിട്ട് സംസാരിച്ചോളാം എന്നാ പറഞ്ഞേ. ശരി, ഞാൻ വരാം. അല്ല സാറേ, ഇന്ന് തന്നെ വന്നാൽ നന്നായിരുന്നു. ഇതുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എപ്പോഴാ വാക്ക് മാറുന്നതെന്ന് ആർക്കറിയാം? സാറിന്ന് വരില്ലേ? ഇന്നോ? ഇവിടെ അച്ഛൻ്റെ പിറന്നാളാഘോഷം നടക്കുക. ഓ, ബിസിനസ്സുകാർക്ക് എന്ത് പിറന്നാളാ സാറേ? മിണ്ടാതിരിക്കടോ. എൻ്റെ കാര്യങ്ങൾ താനാണോ തീരുമാനിക്കുന്നത്? വരാൻ തീരുമാനിച്ചാൽ തന്നെ ഞാൻ വിളിച്ചറിയിക്കാം. കേട്ടല്ലോ? താൻ ഇനി ഇത് പറയാൻ അവരുടെ അടുത്ത് പോകാൻ വേണ്ട. അല്ല, കട്ട് ചെയ്താ? അയ്യേ, ഇയാളിത് എന്തോന്ന് മനുഷ്യനാ? നല്ലത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പിറന്നാൾ പോലും പിറന്നാൾ. ഇനി വരുമ്പോ വരട്ടെ. അല്ല പിന്നെ മേനകെ, ദേവരഞ്ജിനെ വിളിച്ചോ? ഇല്ല. ഛേ, എന്തു പറ്റി? ബർത്ത്ഡേക്ക് ആകെ പുറത്തുനിന്ന് ക്ഷണിച്ചത് അവരെയാ. ആരൊക്കെ വരുന്നുണ്ട് എന്നെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ദേവരഞ്ജിനി മാത്രം വരാനേ സാധ്യതയുള്ളൂ. ഒരു പേരിന് വരും, അല്ലാതെന്താ. നടത്തുകയാണെങ്കിൽ അല്പം ഗംഭീരമായിട്ട് നടത്താൻ ഞാൻ പറഞ്ഞതാ. ഒന്നുമില്ലെങ്കിലും നിനക്കും മോൾക്കും ഫ്രണ്ട്സിനെങ്കിലും വിളിക്കാമല്ലോ. അതൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. വിപുലം ആക്കാതിരുന്നത് നന്നായി. ഇല്ലെങ്കിലേ ഇവിടെ മുഴുവൻ സ്വാമിമാരെ കൊണ്ട് നിറഞ്ഞേനെ, അല്ലാതെന്താ. അതും ശരിയാ. ദേ, ഇനി സർപ്രൈസ് ആയിട്ട് ആരെങ്കിലും വന്ന് കയറുവോ? പൂജാരിമാര്? അതിനൊന്നും സാധ്യതയില്ല. ഒന്നും പറഞ്ഞു കേട്ടൊന്നുമില്ല. സുഖായിരിക്കുന്നോ? സുഖം. ദേവിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞു തീർന്നതേ. ഞങ്ങൾ എത്ര നേരോട്ട് കാത്തിരിക്കാന്നറിയോ? വാ, അധികരിക്കാം. വാ. അല്ല, ഋഷിക്കിന്ന് തിരക്കൊന്നും ഇല്ലായിരുന്നോ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ വരൂന്ന് പ്രതീക്ഷിച്ചില്ലേ? അങ്ങനല്ല, ഞങ്ങൾ എല്ലാരെയും പ്രതീക്ഷിച്ചത്. ചിലപ്പോ തനിച്ചേ ഉണ്ടാവുള്ളൂ എന്ന് ദേവരഞ്ജിനിയല്ലേ പറഞ്ഞത്? യെസ്. ഒന്നാമത് ശേഖര നാട്ടിലില്ല. ബാംഗ്ലൂരിലൊരു പ്രോജക്റ്റിന്റെ പിന്നാലെ. വരുണിനപ്പോ അത്രയും തിരക്ക് കൂടി. ഋഷി, സുഖാണോ മോനെ? അതെ ആന്റി. വാ, ഇങ്ങ് വാ. ഹായ് ഋഷി. ഹായ്. ഹായ് ആന്റി. സുഖാണോ? എനിക്ക് സുഖാണ്. എന്തൊക്കെയാ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? കോളേജിലെ കാര്യ ഞാൻ ചോദിച്ചത്. ഒന്നും പറയണ്ട എന്റെ ദേവ. മക്കളെ പഠിപ്പിക്കാൻ അയച്ച അതിപ്പോ സ്കൂളായാലും കോളേജ് ആയാലും നമുക്ക് ടെൻഷനാ. ഇവൾക്കാണെങ്കിൽ ദേ കോളേജ് സ്വന്തം കൂടി ആയതുകൊണ്ട് ആ വഴിക്കും കുറേ ശത്രുക്കളുണ്ട്. യെസ് ആന്റി, പല പ്രോബ്ലംസും എനിക്കെതിരെ ക്രിയേറ്റ് ചെയ്യുന്നതാ. ഞാൻ അതൊന്നും ചോദിച്ചില്ല. എനിവേ, ഋഷിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം നിലവാരത്തിന് ചേരാത്ത ഒരു കാര്യത്തിലും തലയിടരുതെന്ന്. ദേവരഞ്ജിനെ കുറിച്ച് ഞങ്ങളുടെ പ്രതീക്ഷ അതാണ്. നിലവാരത്തിനനുസരിച്ചല്ലാതെ സുഹൃത്തുക്കളെ പോലും തെരഞ്ഞെടുക്കില്ല. എല്ലാ കാര്യത്തിലും ദേവരഞ്ജിനിക്ക് അത് സാധിച്ചാ മതി. ആഹാ, അമ്മയും മോനും മാത്രമായിട്ടങ്ങ് ചുരുക്കിയോ? എല്ലാവരും ഒരുമിച്ച് ഒരു വരവ് വരാം. അതിന് വിശേഷിച്ച് ചടങ്ങൊന്നും വേണ്ടല്ലോ. അല്ല, എന്നിട്ടെന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? വാ 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 മോനെ, വാ. നിന്നെ എന്താ നിക്ക് പറയാം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. എന്താ മമ്മി? നിനക്ക്
ദേവരഞ്ജനയുടെ സ്വഭാവം നന്നായി അറിയാലോ. വെട്ടൊന്ന് മുറി രണ്ടെന്നാ. ദേ അവൾ അകത്തുണ്ട്. അവളെ കാണുന്നത് തന്നെ ദേവരഞ്ജനിക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പോ ആ അവസരം നമ്മളൊന്ന് നന്നായി ഉപയോഗിച്ചാൽ ഇന്നത്തെ ഈ പിറന്നാളിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകും. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞു. എന്താ മമ്മി? അവരടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോ? ഇല്ല. ദേവരഞ്ജനി ഇവിടുന്ന് മടങ്ങുന്നത് കബനിയോടുള്ള വൈരാഗ്യവുമായിട്ടായിരിക്കണം. അതാണ് അമ്മമ്മ പറയുന്നത് കേട്ടോ. അതിനുള്ള അവസരം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. പുതുവസ്ത്രം വാങ്ങിക്കൊടുത്ത് കൊട്ടാരം മുറ്റം പാർവതി അവരെ കൊണ്ടുവന്നത് ഒന്നുപകരിക്കണം. ഞാൻ ഇപ്പൊ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. ഏയ് ഇപ്പൊ വേണ്ട. ദേ അവർ വന്നതല്ലേ ഉള്ളൂ. അല്പനേരം അവരുടെ കൂടെ അങ്ങനെ അങ്ങ് ഇരിക്കേ. ആരുടെ മുന്നിലും നമ്മുടെ ചിത്രം ക്ലീൻ ആയിരിക്കണം. വാ വാ മോളെ. പത്മിനി, എടി ഒന്ന് വേഗം ആവട്ടെ, സമയായി. വന്നേ. എത്ര നേരമായിടി? നിന്നോട് ആരെങ്കിലും പറഞ്ഞോ പായസം വെച്ചോളെന്ന് പറയാൻ? പിന്നെ മുത്തശ്ശന്റെ പിറന്നാളിന് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തൊരു കഷ്ടാ. ഞാൻ കരുതിയതേ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിന്ന് വെറുതെ ഇങ്ങനെ നടന്നാ മതിയെന്നാ. ഓ തിന്നാടി, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഈ പണക്കാരുടെ ഒരു കാര്യേ. അല്ലെങ്കിൽ ആ പരുവത്തിരിക്കുന്ന മുത്തശ്ശന്റെ ബർത്ത്ഡേ ആരെങ്കിലും ആഘോഷിക്കൂ? നീ ഒന്നും മിണ്ടാതിരുന്നേ, ആരും കേക്കണ്ട. കേട്ടാലിപ്പ എന്താ? ഞാൻ പറഞ്ഞത് കാര്യല്ലേ? നമ്മൾ ആരെങ്കിലും ഇങ്ങനൊരു ബർത്ത്ഡേ ആഘോഷിക്കോ? മുത്തശ്ശൻ പാവാടി, നീ നോക്കിക്കോ. നമ്മുടെ വൈദ്യന്റെ എണ്ണ ഫലിച്ച അടുത്ത പിറന്നാളിന് മുത്തശ്ശൻ എഴുന്നേറ്റ് നടക്കും. എന്താ ബെസ്റ്റ്? അടുത്ത പിറന്നാളിന് മുത്തശ്ശൻ ഉണ്ടായാ മതി. മതി, നീ നിർത്തിക്കോ. നീ ഒന്ന് പോയേ. ഒന്നും ചെയ്യണ്ട. മനസ്സിൽ നന്മയില്ലാതെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പൊയ്ക്കോ. ദുഷ്ട എടി. അതെ, മുത്തശ്ശനെയും മുത്തശ്ശിയെയും കുറിച്ച് ആവശ്യമില്ലാത്ത തമാശ കേട്ടാ ഞാൻ സഹിക്കില്ല. എന്റെ പൊന്നോ, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. വരുന്നുണ്ട്. ക്ഷണിച്ചുകൊണ്ട് വന്നെങ്കിലും നിന്നെയൊക്കെ നിർത്തേണ്ട സ്ഥലം അച്ഛമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ കുറച്ചു ദിവസമായിട്ട് ജോലിക്കാരി ഇല്ല. പകരം രണ്ടുപേരെ അപ്പോയിന്റ് ചെയ്തു. ഗുഡ്. പിന്നെ മാന്യമായിട്ട് നടക്കുന്നൊരു ഫംഗ്ഷന് ഫുഡ് അത്രയും മാന്യമായിരിക്കണം. എന്ന് വെച്ചാൽ അടുക്കളക്കാരികൾ അന്തസ്സായിരിക്കണമെന്ന്. ആരടി നിന്റെ അടുക്കളക്കാരികള്? പത്മിനി, നീ ഒന്ന് പോയേ. അതെ, ഞങ്ങൾ ഇവിടെ ആരും പിടിച്ചോണ്ട് നിർത്തിയതൊന്നും അല്ല. പായസം വെക്കാനേ മുത്തശ്ശിയെ നിർബന്ധിച്ച് ഇവിടെ അനുവാദം വാങ്ങിച്ചതാ. മനസ്സിലായോ? അറിയാം. പക്ഷെ ഇന്നത്തെ ദിവസം ഈ അടുക്കള വിട്ട് രണ്ടെണ്ണം പുറത്തിറങ്ങരുത്. ഇതെന്റെ മമ്മിയുടെ ഓർഡറാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയോ? നിങ്ങൾ ഈ വീട്ടിൽ വരുന്നത് എനിക്കോ എന്റെ മമ്മിക്കോ എന്റെ അമ്മമ്മയ്ക്കോ ഇഷ്ടമല്ലെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. എന്നിട്ടും ഇവിടെ നടക്കുന്ന ഏത് ഫംഗ്ഷനും ഇങ്ങനെ ഉടുത്തുകെട്ടി നീയൊക്കെ എഴുന്നള്ളുന്ന എന്തിനാ? നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാണോ? എല്ലായിടത്തും വലിഞ്ഞു കയറുവോ ഇതുപോലെ? അതിനെ ഞങ്ങളുടെ നാട്ടില് നിന്നെയോ നിന്റെ അമ്മയെ പോലുള്ള ഐറ്റംസ് കുറവാ. നിന്റെ ആ അമ്മമ്മയെ പോലുള്ള ഐറ്റത്തിന് കാണാൻ പോലും കിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ മനുഷ്യരാടി. ഇങ്ങനെ മനുഷ്യരൂപത്തിലുള്ള മൃഗങ്ങളെ കാണാൻ പോലും കിട്ടില്ല. ദീ പത്മിനി, മതി. ഇനി നീ നന്മ നിറഞ്ഞവള് കളിക്കണ്ട. നിന്നെ ഒക്കെ വിളിച്ചു കയറ്റുന്ന ആ തള്ളെ പറഞ്ഞാ മതി. പിന്നെ ഋഷിയും അമ്മയും വന്നിട്ടുണ്ട്. ഋഷിയുടെ അമ്മയെ നിനക്കറിയാലോ. അവരുടെ സാന്നിധ്യത്തിൽ കൊഞ്ചിക്കൊഴയാൻ എങ്ങനെ നീ തീരുമാനിച്ചാൽ ഋഷിയും അമ്മയും തിരിച്ചു പോവാതെ ഈ അടുക്കളേന്ന് നീ ഇറങ്ങി പോവരുത്. കേട്ടല്ലോ?
അപ്പൊ അതാണ് കാര്യം. വരട്ടെ. എന്തായാലും ഋഷി സാർ നമ്മുടെ മുന്നിൽ വെച്ച് ഋഷി സാറിനോട് കുറച്ച് സംസാരിക്കണം. കുരുപൊട്ടുന്നവർക്കേ പൊട്ടട്ടെ. വേണ്ടടി. ദേ, നിന്നെ എനിക്ക് പേടിയുണ്ട്. നിന്റെ നാവ് സൂക്ഷിക്കണം. നീ എന്താടി ആലോചിക്കുന്നത്? ഇപ്പഴാ കാര്യങ്ങളൊക്കെ ഒരു രസമായത്. എന്തായാലും നീ ഹാപ്പിയല്ലേ? സാറ് വരുമല്ലേ? ആര് വന്നാലും എനിക്കിപ്പോ എന്താ? ഓ പാവം, മനസ്സ് കിടന്ന് തുള്ളിച്ചാടുക. എന്നിട്ടാ അതെ, പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാ അത് പറഞ്ഞു തീർക്കണം. നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കുന്ന കാണാൻ ഒരു രസവുമില്ല. അത് മതി. ഓ ഈശ്വരാ, ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് ആരംഭം ഒന്ന് കാണണേ. അവളുടെ വെപ്രാളം എനിക്കൊന്ന് കാണിച്ചു തരണേ. കൂടി എവിടുന്ന്? നീ വന്ന് വാ. നിത്യ, നീ ഋഷിയെ ഒന്ന് വിളിച്ചു നോക്ക്. അവിടുത്തെ സിറ്റുവേഷൻ എന്തായെന്ന് അറിയാലോ. ആ വിളിക്കാം. കുറച്ചു മുമ്പ് ഞാൻ പാർവതി അമ്മയെ ഒന്ന് വിളിച്ചു. ജസ്റ്റ് ഒന്ന് വിഷയാനെന്ന പോലെ. കബനിയോടെ പ്രസന്റാ. ആ ഓ ഭാഗ്യം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. കുറച്ചു ദിവസം മിണ്ടാതിരുന്നതിന്റെ ആവേശത്തില് രണ്ടുപേരും കൂടെ മമ്മിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാതിരുന്നാ മതിയായിരുന്നു. എന്നാ ഇന്നത്തോടെ എല്ലാം തീരും. കുറച്ചു ദിവസം മിണ്ടാതിരുന്നതിന്റെ ആവേശത്തില് രണ്ടുപേരും കൂടെ മമ്മിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാതിരുന്നാ മതിയായിരുന്നു. എന്നാ ഇന്നത്തോടെ എല്ലാം തീരും. നിത്യ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? കബനി നല്ല പെൺകുട്ടിയാ, നമുക്കൊക്കെ ഇഷ്ടമാണ്. അവര് തമ്മിലുള്ള ഇഷ്ടത്തിന് നമ്മൾ കൂട്ടു നിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു എന്തെന്താ? എന്നെങ്കിലും മമ്മി അറിയും, മറ്റെല്ലാവരും അറിയും. അപ്പോ ഞാനതൊന്നും ഓർക്കാറില്ല. ഓർക്കാതെ പിന്നെ നിസ്സാര കാര്യമാണോ? എന്തായാലും ഋഷിയോട് നമുക്ക് ചോദിക്കണം. കബനിയെ പോലൊരു പെണ്ണിന് ചിലപ്പോ ഡാഡി സമ്മതം പറയുമായിരിക്കും. ഒരുപാട് നിർബന്ധിച്ച ചിലപ്പോ വരണു ഓക്കെ പറയും. പക്ഷെ മമ്മിയുടെ തീരുമാനം നോക്കി മാത്രം. പക്ഷെ മമ്മി സമ്മതിച്ചിട്ട് നടക്കില്ല. വീട്ടിലെ തെങ്ങ് കയറാൻ വരുന്ന ആൾക്ക് ഇന്ദ്രപുരിയിലെ തെങ്ങി കയറാനുള്ള യോഗ്യത ഉണ്ടോ നോക്കുന്ന ആളാ നമ്മുടെ മമ്മി. മമ്മിയുടെ മനസ്സിൽ ഋഷിക്ക് വരാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് വലിയ കോൺസെപ്റ്റുകളാ. രംഭ അവന്റെ പുറകെ നടക്കുന്നത് മമ്മിക്കറിയാം. അവളുടെ മമ്മിയും അമ്മമ്മയൊക്കെ അങ്ങനെ ഒരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെന്നും അറിയാം. എന്നിട്ട് എന്താ മമ്മിയുടെ ലൈൻ? ഇന്ദ്രപുരിയുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കൊട്ടാരമുറ്റം ആയില്ലാന്ന് തന്നെ. അവിടെയാ കബനിയുടെ പേര്. ഇവിടെ കൊലപാതകം നടക്കും. അല്ല, ഇതിനേക്കാളും ബലം പിടിച്ച കാരണവന്മാരൊക്കെ പിന്നയഞ്ഞ ചരിത്രമുണ്ട്. ആ ചരിത്രം നിന്റെ മമ്മി വായിച്ചു കാണില്ല മോളെ. ഈശ്വര, ഓർക്കുമ്പോ തന്നെ പേടിയാവുക. ഏട്ടനെ ഇനി ഇതിന്ന് പുറകോട്ട് വലിക്കാനൊന്നും പറ്റില്ല. ഒരു കാര്യം തീരുമാനിച്ചതാ. ആ നമുക്കേ ഒരു ദിവസം ചുമ്മാ ഇരിക്കുമ്പോ മമ്മിയോട് ഈ കാര്യം പ്രസന്റ് ചെയ്ത് നോക്കിയാലോ? എന്നാ ബുധനാഴ്ചയാവും. അതെന്താ? അന്നേ ഞാൻ എന്റെ വീട്ടിൽ പോവാ. അയ്യടാ, ഏട്ടത്തി പോയിട്ട് ഞാൻ തനിച്ചോ? എന്നാ അന്നുച്ചയ്ക്ക് മമ്മിയുടെ ലഞ്ച് ഞാനായിരിക്കും. എന്തായാലും ഒരു കാര്യം സത്യ, അധികം വൈകാതെ ഒരു ബോംബ് നമ്മൾ പ്രതീക്ഷിക്കണം. അത് കഴിയുമ്പോ ആരൊക്കെ ജീവനോടുണ്ടായിരിക്കുന്ന ആർക്കറിയാം? അയ്യോ ദൈവമേ.
ഹലോ. ഞാൻ വരുന്നതും കാത്തിരിക്കുകയാണോ? ഞാൻ ആരെയും കാത്തിരിക്കുകയല്ല. അത് കള്ളം. ഞാൻ വന്നു താൻ അറിഞ്ഞു. എന്നെ കുറെ നോക്കി, കണ്ടില്ല. പക്ഷേ ഞാൻ തന്നെ കാണാൻ വരുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്താ, ശരിയല്ലേ? ശരിയല്ല. ശരിയാണ്. എടോ, ഒരാളുടെ മനസ്സ് വായിക്കാൻ എനിക്ക് പറ്റും. എല്ലാവരുടെയും മനസ്സ് വായിക്കോ? അത് പറ്റില്ല. പക്ഷേ ഇയാളുടെ മനസ്സ് വായിക്കാൻ എനിക്ക് പറ്റും. എങ്കിലേ വായിച്ചതൊക്കെ തെറ്റാ പോരെ? അതെ, മതിയടോ. നമ്മൾ രണ്ടാളും ആവശ്യത്തിലധികം മസിൽ പിടിച്ചതാ. അതിന്റെ പേരിൽ ടെൻഷൻ ആയതുവാ. എനിക്കൊരു ടെൻഷനും ഉണ്ടായില്ല. നിത്യ എന്നോട് പറഞ്ഞു. അത് പത്മിനി വെറുതെ എന്തോ. ആ, ഇപ്പൊ എന്താ വേണ്ടത്? എന്നോട് മിണ്ടാത്തതിൽ തനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു ഞാൻ വിശ്വസിക്കണം. ഓക്കെ. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോകുമെന്ന്. എന്ത് നഷ്ടം? അല്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുമെന്ന്. ഇനി എന്തായാലും ഉടക്കാൻ നിൽക്കല്ലേ, പറ്റിയ പണിയല്ല. സത്യം, സമയം പോവില്ല. അനാവശ്യമായ ദേഷ്യം വരും. ഈ ലോകത്തോട് മൊത്തം ഇറിറ്റേഷനാണ്. ഇനിതേ താൻ ഉടക്കിയാലും ഞാനില്ല.